ഹലോ ഗായ്സ്, നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നേക്കുന്നത് കൊള്ളി സ്റ്റൂവിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ ഗായ്സ്. അപ്പോൾ ഗായ്സ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. അതിനായിട്ട് നമ്മൾ കൊള്ളി കപ്പ എന്നൊക്കെ പറയും കേട്ടോ. അത് നല്ലതുപോലെ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്, തൊലി കളഞ്ഞിട്ടിട്ട്. ഇനി നമുക്കിതൊരു 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ. നിറയെ മണ്ണും തരികളും അതൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഒരു 3-4 പ്രാവശ്യം നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ലാസ്റ്റായിട്ട് ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് അതിൽ നിന്ന് ഊറ്റി നമ്മുടെ കുക്കറിലോട്ട് വേവിക്കാൻ എന്ത് പാത്രമാണോ എടുത്തേക്കുന്നത് അതിലേക്ക് ഇട്ട് കൊടുക്കും. നമ്മൾ കുക്കറിലിട്ടിട്ടാണ് വേവിക്കുന്നത്. അങ്ങനെ നമ്മുടെ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വേവാൻ ആവശ്യത്തിന്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കത് വേവിക്കാനായിട്ട് വെക്കാം. ഇനി നമുക്ക് അതിലേക്ക് ചുവന്നുള്ളി, പിന്നെ അതുപോലെ തന്നെ പച്ചമുളക്, ഇഞ്ചി, പിന്നെ അതുപോലെ കറിവേപ്പില ഇത് നല്ലതുപോലെ ചെറിയ പീസാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കപ്പ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തിരി ചാറോടക്കനെ തന്നെയാണ് ഉള്ളത് വെന്തിട്ട്. അപ്പോൾ ഇനി നമുക്ക് അപ്പോഴേക്കും ഇത് കാച്ചാനായിട്ട് നോക്കാം. കാച്ചാനായിട്ട് ആദ്യം തന്നെ നമ്മളൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അടുപ്പത്തോട്ട്. ചട്ടി ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം നമുക്ക് ആദ്യം തന്നെ. പിന്നെ നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ചുവന്നുള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ഇത് 3ഉം ഇട്ട് കൊടുക്കണം. ഇനി ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഇഞ്ചിയും പിന്നെ അതുപോലെ തന്നെ ചുവന്നുള്ളിയൊക്കെ ഒന്ന് നല്ലത് മൂക്കുന്നത് വരെ ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചുവന്നുള്ളിയൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ആ ടൈം ആകുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന കപ്പയില്ലേ അത് കുറച്ച് ഈസിയായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ചാറ് വേണ്ടതിനനുസരിച്ച് നമ്മൾ ഇത്തിരി ഗ്രേവി ആയിട്ടാണ് എടുക്കുന്നത്. വേണ്ടാത്തവർക്ക് നന്നായിട്ട് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഗായ്സ് നമ്മുടെ കൊള്ളി ഇസ്റ്റു ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഗായ്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ എല്ലാവർക്കും ബൈ ബൈ.